നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരയൂരത്ത് RSPയിൽ 2 പേരുകളാണ് ഇപ്പോൾ പരിഗണനയുള്ളത്. NK പ്രേമചന്ദ്രൻ MPയുടെ മകൻ കാർത്തിക് പ്രേമേന്ദ്രനും RSP സംസ്ഥാന കമ്മിറ്റി അംഗം സജ്ജി D ആനന്ദും. മണ്ഡലം കമ്മിറ്റിയിൽ ഭൂരിപക്ഷം നേടുന്നയാൾ സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിലാണിപ്പോൾ ചില വിവരങ്ങൾ RSPയുടെ ഭാഗത്ത് വരുന്നത്. രാഹുൽ G നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, സ്വാഭാവികമായും NK പ്രേമേന്ദ്രൻ മകൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷമൊക്കെ സാങ്കേതികതയിൽ ഒതുങ്ങാനല്ലേ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു തീരുമാനം ഉണ്ടാകാനല്ലേ സാധ്യത കൂടുതൽ. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇരയൂരത്തിന് പകരം ഒരുപക്ഷെ ചടയമംഗലം ഏറ്റെടുത്തേക്കും എന്നൊരു ചർച്ചയുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇരുവരും ഉറപ്പിക്കുകയാണോ RSP? ഒപ്പം പ്രേമേന്ദ്രൻ മകൻ സ്ഥാനാർത്ഥിയാകുമോ? ഇരയൂരത്ത് RSP മത്സരിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ചവറ ഒപ്പം കൊല്ലം ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലം നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇരയൂരത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വെച്ചുമാറൽ മട്ടന്നൂരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആദ്യഘട്ടത്തിലൊക്കെ RSPയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഇപ്പോൾ 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. 2 വിഭാഗങ്ങളാണ് ഇപ്പോൾ RSPയിലുള്ളത്. ഒന്ന്, പ്രേമേന്ദ്രന്റെ മകൻ എന്ന വിലാസത്തിൽ മത്സരിക്കുന്നത് അത് നിയമസഭയിൽ വിജയിക്കാൻ ഗുണപ്പെടുന്ന ഒരു വിലാസമായി മാറും, അല്ലെങ്കിൽ അതൊരു കാരണമായി മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു വാദവും ഉന്നയിക്കപ്പെടും. പ്രത്യേകിച്ച് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ മത്സരിക്കണം. അങ്ങനെയാണ് 2 പേരുകൾ ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഒന്ന്, സംസ്ഥാന കമ്മിറ്റി അംഗം സജ്ജി D ആനന്ദിന്റെ പേരാണ്. മറ്റൊന്ന് കാർത്തിക് പ്രേമേന്ദ്രന്റെ പേരാണ്. ഈ കാർത്തിക് പ്രേമേന്ദ്രൻ കുറേ നാളുകളെ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ചവറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ രതീഷ് സൂചിപ്പിച്ചതുപോലെ മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷം കാർത്തിക് പ്രേമേന്ദ്രൻ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം അത് സാങ്കേതികമായി മാറും എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രേമേന്ദ്രന്റെ മകനാണ്. ഒപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം മുന്നിലുണ്ട്. ഒപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ തന്നെ ഏതായാലും 2000 വോട്ടിന് മാത്രമാണ് ഈ പുറകിലുള്ളത്. ഇരയൂരത്തെ സംബന്ധിച്ച് 2000 വോട്ട് മാത്രം പുറകിലുള്ളത്. അത് മറികടക്കാൻ കഴിയും കാർത്തിക് പ്രേമേന്ദ്രൻ വന്നാൽ. ഒപ്പം പ്രേമേന്ദ്രൻ കൂടി ഈ പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് RSP നിലവിലുള്ളത്. അപ്പോൾ ഈ 2 പേരുകളിലേക്ക് എന്തായാലും പരിഗണന ചുരുങ്ങുകയാണ്. അതിൽ കാർത്തിക് പ്രേമേന്ദ്രനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഒപ്പം ഈ നാട്ടിൽ സജീവമായി നിൽക്കുന്നയാൾ, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നയാൾ എന്ന തരത്തിൽ സജ്ജി D ആനന്ദിന്റെ പേരും വലിയ സ്വീകാര്യതയോടെ മുന്നിൽ നിൽപ്പുണ്ട്.